ഈ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ചീഫ് എഞ്ചിനീയർ ഈ വർഷത്തെ ഓണത്തിന്റെ ആർട്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഓണാഘോഷ പരിപാടിയെ കഴിഞ്ഞു. ഈ അടുത്ത ഓണത്തിന്റെ പ്രകൃതി മഹാബലിയുടെ ഓർമ്മയിലൂടെ അദ്ദേഹം നാടുപിടിച്ച കാലം ആ കാലത്തെ ഓർത്തുകൊണ്ട് ഓരോ തീരുമാനങ്ങളും അതിന്റെ മുന്നോടിയായി നമ്മൾ 10 നാൾ ഓണം ആഘോഷിക്കുക. നമ്മൾ അദ്ദേഹം ഭജിക്കുന്ന കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചു നോക്കുകയാണ്. നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തെന്നാക്കും കള്ളവുമില്ല പൊളിയുമില്ല എള്ളൂരും കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അങ്ങനെ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ. അങ്ങനെ ആ കാലത്ത് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ മഹാബലി തമ്പുരാൻ ഏറ്റവും നല്ല രീതിയിൽ നാട് ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണ് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തിയത് എന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ദേവന്മാർ പോലും അസൂയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒന്ന് തോന്നിക്കാണാം, ഞാനാണ് നല്ല രീതിയിൽ രാജ്യം ഭരിക്കുന്നത്, ദേവന്മാർക്ക് പോലും എന്റെ അത്രയും രാജ്യഭരണം നടത്താൻ കഴിയുന്നില്ല എന്ന ഒരു അഹങ്കാരം അദ്ദേഹത്തിൽ ഉണ്ടായി കണ്ടേക്കാം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. ഈ അഹങ്കാരം ഭഗവാൻ മഹാവിഷ്ണു കാണുകയും അദ്ദേഹം വാമന അവതാരത്തിൽ ഇവിടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് ദാസീനനായ മഹാബലിയോട് ഒരു ദാനം ആദായിക്കുകയും ചെയ്തു. ആ ദാനം എന്താണ് എന്ന് മഹാബലി തമ്പുരാൻ മഹാവിഷ്ണു ചോദിക്കുമ്പോൾ എനിക്ക് തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് വേണം എന്നുള്ള 3 അടി മണ്ണ് വേണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. TV പ്രോഗ്രാമിൽ പരസ്യങ്ങൾ പറഞ്ഞ അത് നിസാരമല്ലേ, ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ആ മഹാബലി തമ്പുരാൻ
അഹങ്കാരം അതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ മഹാവിഷ്ണു വെറുതെ ഇരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അതിന്റെ പൊരുൾ, നമ്മൾ എത്ര അഭിവൃദ്ധിപ്പെട്ടാലും എത്ര കേമന്മാരായി തീർന്ന തന്നെയും നമ്മുടെ അഹങ്കാരം അഹംഭാവം ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് നിശ്ചയമായും നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത്. നമ്മുടെ ഈ കോൺഫറൻസുകാര് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച ഇവിടെ കോൺട്രാക്ടേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ കലാസന്ധ്യ ഇവിടെ നേരത്തെ ആരംഭിക്കുകയാണ്. സമയക്കുറവ് മൂലം നമ്മുടെ പ്രോഗ്രാം നേരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു.